ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അത് ആശ്രയത്തിൻ്റെ ശബ്ദമാണ്. നാം മുൻപ് കേട്ടു. 1 ഇറ്റ്സ് എ വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്, 2 ഇറ്റ്സ് ദി വോയിസ് ഓഫ് ഫെലോഷിപ്പ്, 3 ഇറ്റ്സ് ദ വോയിസ് ഓഫ് ഇഗ്നറൻസ്, 4 ഇറ്റ്സ് ദി വോയിസ് ഓഫ് പ്രോവിഡൻസ്. എന്താണെന്ന് പറയാം പ്രിയപ്പെട്ടവരെ. മറൂമലയിൽ 4 ശബ്ദങ്ങൾ, താബോർ മലയിൽ 4 ശബ്ദങ്ങൾ, താബോറിൻ്റെ ഉയരങ്ങളിൽ 4 ശബ്ദങ്ങൾ. ക്രിസ്തു ഏലിയാവിനും മോശയ്ക്കും പ്രത്യക്ഷനായി. മോശയും ഏലിയാവും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, താബോർ മലയിൽ ഇറങ്ങി വന്നു. തേജോവനായ ക്രിസ്തു ഒരുമിച്ച് തേജസ്സിൽ അവരിരുന്നു. മുഴുവനും വെള്ളയായി ശുഭ്രമായി അങ്ങനെ തേജസ്സിൽ മിന്നിക്കൊണ്ടിരുന്നു. അപ്പോൾ നാം കാണുന്നത്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. പ്രാർത്ഥിക്കുമ്പോൾ, ആശ്രയിക്കുമ്പോൾ, ഇറ്റ്സ് ദ വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്. ആശ്രയത്തിൻ്റെ ശബ്ദം ഉതിരുമ്പോൾ അപ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറും. അപ്പോൾ ശരീരത്തിൻ്റെ ഭാവം മാറും. അപ്പോൾ ഉടുപ്പ് പോലും മാറും. ഉടുപ്പ് പഴയ ഉടുപ്പ് തന്നെ, പക്ഷേ മിന്നുന്ന വെള്ളയായും തീർന്നു. അതുകൊണ്ടല്ലേ ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ വസ്ത്രം തൊട്ടാൽ സൗഖ്യമാകുന്നത്? അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് നടന്നു പോകുമ്പോൾ ആ പൗലോസ് ലീഹായുടെ നിഴലടിച്ചാൽ രോഗികൾ എഴുന്നേൽക്കുന്നത്? എന്തെന്ത് അത്ഭുതങ്ങൾ, എന്തെന്ത് അതിശയങ്ങൾ! ദൈവത്തിൻ്റെ വിശുദ്ധിയും തേജസ്സും പ്രാപിച്ച ദൈവമക്കൾ, അവരിൽ നിന്ന് പ്രസരിക്കുന്ന തേജസ് കൊണ്ട്, അത് ക്രിസ്തുവിൻ്റെ തേജസ്സാണ്. ക്രിസ്തുവിൻ്റെ തേജസ് കൊണ്ട് അനേകർക്ക് ആശ്വാസവും, അനേകർക്ക് സൗഖ്യവും, അനേകർക്ക് ശാന്തിയും ലഭിക്കുന്നു. ഇറ്റ്സ് ദ വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്. ആശ്രയത്തിൻ്റെ ശബ്ദം. ആശ്രയത്തിൻ്റെ ശബ്ദം മുഴങ്ങിയാൽ, ദൈവാശ്രയത്തിൻ്റെ പ്രാർത്ഥനാ ശബ്ദം മുഴങ്ങിയാൽ അവിടെ മുഖത്തിൻ്റെ ഭാവം മാറും, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീരും. ആസകലം തേജസ് വരികയാണ്, ഇരുൾ മാറുകയാണ്, അന്ധകാരം നീങ്ങുകയാണ്. മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അപ്പോൾ നാം കാണുന്നത് 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. ഇറ്റ് ഇസ് ദി വോയിസ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ശബ്ദം. ഇറ്റ്സ് ദ വോയിസ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ശബ്ദം. അതാണ്. ആരോടാ കൂട്ടായ്മ? കൂട്ടായ്മ ക്രിസ്തുവിനോടാണ്. ആർക്കാണ് കൂട്ടായ്മ? വിശുദ്ധന്മാർക്കാണ്. സഹോദരങ്ങളെ, ഇന്നീ കൂട്ടായ്മ യോഗം, കൂട്ടായ്മയ്ക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ വില നാം അറിയുന്നില്ല. നാം ആരുടെ അടുക്കലേക്കാണ് വരുന്നത്? ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണ് നാം വരുന്നത്. ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ് നാം വരുന്നത്. ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്കാണ് നാം വരുന്നത്. ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ് നാം ഇരിക്കുന്നത്. കൂട്ടായ്മയുടെ ശബ്ദം. അവർ അവനുമായി സംഭാഷിച്ചു. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. നിര്യാണത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലം തീരുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു. ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ശബ്ദം, ദൈവത്തോടുള്ള ഫെലോഷിപ്പ്. അപ്പോസ്തലനായ യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയും, 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോടും ഞങ്ങൾ കണ്ടും കേട്ടുമുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. കൂട്ടായ്മ സത്യമായും അനുഭവമാകണമെങ്കിൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ പിതാവിനോടുള്ള കൂട്ടായ്മ വേണം, യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ വേണം. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ളൂ. പരസ്പരം കിടമത്സരവും പരസ്പര അഭിപ്രായ വ്യത്യാസവും, കൂട്ടായ്മയിൽ പരസ്പരം വടംവലികളും പരസ്പരം സ്ഥാനമോഹങ്ങളും ഇല്ലേ, കൂട്ടായ്മയിൽ ലക്ഷ്യം തെറ്റിയുള്ളതായ പ്രയാണങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. പ്രസംഗങ്ങൾ നടക്കും, യോഗങ്ങൾ നടക്കും, പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കും, പ്രിയപ്പെട്ടവർ കൺവെൻഷനുകൾ നടക്കും, ബൈബിൾ ക്ലാസ്സുകൾ നടക്കും. പക്ഷേ ദൈവസാന്നിധ്യം പോയി.
ദൈവത്തിൻ്റെ തേജസ് പോയി. ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. അപ്പോസ്തലൻ പറയുകയാണ്. എന്തൊരു ധൈര്യത്തോടെ പറയുന്നത്, എന്തൊരു പ്രാഗൽഭ്യത്തോടെ പറയുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നിങ്ങൾക്ക് ഞങ്ങളിൽ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അതിനെ ഞങ്ങളിത് അറിയിക്കുന്നു. എന്താ ഞങ്ങൾ അറിയിക്കുന്നത്? ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്. തൊട്ടു മുമ്പ് പറയും, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു, സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങൾ കേട്ടത്, വചനം കേട്ടു. ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് ഞങ്ങൾ നേരിട്ട് കണ്ടു. ഞങ്ങൾ നോക്കിയത് ഞങ്ങൾ ആശ്ചര്യത്തോടെ നോക്കി നിന്ന് കണ്ടു. ഞങ്ങളുടെ കൈ തൊട്ടത്, അതൊരു മഹാഭാഗ്യമല്ലേ. ഞങ്ങളുടെ കൈ ചെന്ന് തൊട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ നാഥൻ നിങ്ങളുടെ അരികത്തോട് നടക്കുകയാണ്. അവൻ്റെ കരം നിങ്ങളെ തൊടുവാൻ നീട്ടുകയാണ്. നിങ്ങളൊന്ന് ഹൃദയം താഴ്ത്തുമെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ചില വാക്കുകൾ പറയുമെങ്കിൽ, മരണത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കുമെന്ന്, മരണത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് മോനെ നീ പറയുമെങ്കിൽ, എൻ്റെ പ്രിയമോളെ നീ പറയുമെങ്കിൽ, ഇപ്പോൾ എൻ്റെ കാര്യം നിങ്ങളെ തൊടും. എല്ലാം മായും, എല്ലാം മറയും, എല്ലാ തിന്മയും പോകും, എല്ലാം മാറും. കഴിഞ്ഞ കാലങ്ങൾ മായ്ച്ചു തരും ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ കെടുതികളും കേടുകളും പോടുകളും എല്ലാം മാറ്റി നിങ്ങളെ അവൻ വിശുദ്ധീകരിക്കും, നിങ്ങളെ അവൻ കഴുകി വെടിപ്പാക്കിയെടുക്കും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പരാജയങ്ങളാണ് വന്നത്, എന്തെല്ലാം നഷ്ടങ്ങളാണ് വന്നത്, എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് വന്നത്, എന്തെല്ലാം അബദ്ധങ്ങളിലാണ് ചെന്ന് വീണത്, ഏതെല്ലാം തരത്തിലുള്ള വൈതരണികളിലൂടെയാണ് കടന്നുപോയത്. അയ്യോ, ഏതെല്ലാം കൂട്ടുകെട്ടുകളാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ ജീവിതം ഇതുവരെ നയിച്ചു വന്നത്? ഒന്ന് ഓർത്തു നോക്കൂ, ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. പഴയകാലത്തേക്ക് നോക്കിയാൽ ലജ്ജിക്കാനല്ലേ വകയുള്ളൂ. തല താണു പോവില്ലേ? തല ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. അഹങ്കരിച്ചത്, ധിക്കാരമായി പെരുമാറിയത്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചത്, മാതാപിതാക്കളെ ചെറുത്തും എതിർത്തും നിന്നത്, ദൈവത്തിന് സ്തോത്രം. ഭാര്യയെ ഉപദ്രവിച്ചത്, ഭാര്യയെ സ്നേഹിക്കാതിരുന്നത്, മക്കളെ ഉപദ്രവിച്ചത്. എൻ്റെ ദൈവമേ, മക്കളെ ഉപദ്രവിക്കുക, അപ്പൻ മക്കളെ ഉപദ്രവിക്കുക, അതോ ഒരു ലക്കുമില്ലാത്ത വിധത്തിൽ മക്കളെ ഉപദ്രവിക്കുക. പഠിക്കുന്ന കൊച്ചിനെ തലമുടിക്ക് പിടിച്ച് വലിച്ചഴച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് നീ എവിടെയെങ്കിലും പോയി നശിക്കുക എന്ന് പറഞ്ഞ് വിടുന്നത്. എന്താണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവരെ റാഗ് ചെയ്തത്. പാവപ്പെട്ട 1-ാം വർഷ വിദ്യാർത്ഥി അവൻ എങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നിന്നിട്ടും ഒരു കരുണയുമില്ലാതെ അവനെ നിശിതമായും കർക്കശമായും കഠോരമായും ദുഷ്ടൂരമായും ഉപദ്രവിച്ചത്. ഒരിക്കലും അവന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവന് അല്ലെങ്കിൽ അവളെ ചെയ്തത്. എന്തെല്ലാം ഓർത്തു നോക്കിയാൽ ലജ്ജിക്കാൻ വകയില്ലേ? നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നാം എന്ത് പറഞ്ഞു നിൽക്കും? എന്ത് പറഞ്ഞു നിൽക്കും? ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവില്ലേ? ഒരു ദിവസം നാം നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൽ നിൽക്കേണ്ടി വരില്ലേ? മദ്യത്തിൽ ജീവിതം കളഞ്ഞു കുളിച്ചത്, പണാഭരണങ്ങളിൽ കുടുങ്ങിയത്, അനേകം പണസംബന്ധമായ ക്രമക്കേടുകൾ മുങ്ങിപ്പോയത്, എൻ്റെ പ്രിയപ്പെട്ടവരെ പലരെയും ചതിച്ചത്, ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് അന്യപുരുഷൻ്റെ കൂടെ നടന്നത്, വിവാഹത്തിന് മുൻപ് തന്നെ അഴുക്കായ ബന്ധങ്ങളിൽ കുടുങ്ങി പുറത്തു പറയാൻ അറയ്ക്കാത്ത അപകടങ്ങളിൽ പെട്ടുപോയത്. ദൈവത്തിന് സ്തോത്രം. ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം മോഷണം നടത്തിയത്, അന്യൻ്റെ മുതൽ സ്വന്തമാക്കിയത്. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നാം എന്തു പറഞ്ഞു നിൽക്കും? ഇവിടെ വെച്ചാൽ ഈ കെട്ടുകൾ അഴിയണ്ടേ? ഇവിടെ വെച്ച് ഈ ബന്ധനങ്ങൾ അഴിയണ്ടേ? ഈ ഭൂമിയിൽ വെച്ച് ഈ ബന്ധനങ്ങൾ അഴിയണ്ടേ? മക്കളെ, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയണ്ടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയണ്ടേ? നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ എത്തണ്ടേ? ഈ ബന്ധനങ്ങൾ അഴിഞ്ഞ് സമാധാന തീരത്ത് നിങ്ങൾക്ക് എത്തണ്ടേ? രാജാധിരാജൻ്റെ മുമ്പിൽ മുഖശോഭയോടെ നിൽക്കണ്ടേ? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷ അവകാശമാക്കിക്കൊള്ളുവീനെന്ന് ഉടയവൻ്റെ തിരുനാവിൽ നിന്ന് ശബ്ദം കേൾക്കണ്ടേ? എന്തൊരു പതിയല്ലേ! എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അവകാശമാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ സഹോദരങ്ങളെ, കർത്താവോട് വേറൊരു കാര്യം പറഞ്ഞു. വേറൊരു ഭാഗം ആളുകളോട്, ഇടത്തുള്ളവരോട് പറയുകയാണ്,
ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ട് പിശാചിനും അവരുടെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യാതനയുടെ കരച്ചിലും നിരാശയുടെ പല്ലുകടിയുമായി വലയുന്ന ആ ഭീകരമായ നരക തീപ്പൊയ്കയിലേക്ക് പോയിപ്പോകുന്ന ഭയാനകമായ, ചിന്തിക്കാൻ സാധ്യമല്ലാത്ത, ഏറ്റവും ഹീനമായ, ഏറ്റവും ഭയങ്കരമായ ഒരു അനുഭവം അത് നമുക്ക് വരരുത്. അതുകൊണ്ടല്ലേ ഇന്ന് കേൾക്കാനൊത്തത്. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു, സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോടറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ആത്മാവിൽ ക്രിസ്തുവിനോട് കൂട്ടായ്മ ഇല്ലെങ്കിൽ അക്കരെ ചെല്ലുമ്പോൾ കൂട്ടായ്മ കിട്ടുമോ? അക്കരെ ചെല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെത്തുമോ? എത്താൻ സാധിക്കുമോ? ഇവിടെ വെച്ച് ഈ അനുഭവം തുടങ്ങിയില്ലെങ്കിൽ അതിനാണ് വാസ്തവത്തിൽ ആത്മാവിൻ്റെ വചനത്തിൻ്റെ കൂട്ടായ്മ, ആത്മാവിൻ്റെ മക്കൾ കൂടുന്ന കൂട്ടായ്മ. അവിടെ സ്തുതിയുണ്ട്, കാരണം അവിടെ രാജാവുണ്ട്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടുന്ന ദൈവമക്കളുടെ ഇടയിൽ രാജകോലാഹലമുണ്ട്, കാരണം രാജാവുണ്ട്. പുറമേയുള്ള ശബ്ദ പെരുമയല്ല, പുറമേയുള്ള ബഹളങ്ങളോ ഒച്ചപ്പാടുകളല്ല, എന്നാൽ രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാജകുമാരനെ വാഴ്ത്തുന്ന ഗീതങ്ങൾ, ഗാനങ്ങൾ, രാജകുമാരൻ്റെ നന്മകൾ വർണ്ണിക്കുന്ന ഗാനങ്ങൾ, ഗീതങ്ങൾ, രാജകുമാരനെ ആർത്തുപാടി ഘോഷിക്കുന്ന സ്തുതികൾ, സ്തോത്രങ്ങൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിക്കും, കർത്താവേ, ആ മഹത്തായ, രാജകീയമായ, സ്നേഹോദാരമായ, അത്യുന്നതമായ, ദിവ്യ പരിശുദ്ധമായ കൂട്ടായ്മയിൽ എനിക്കും ഭാഗ്യം തരണമേ. സ്തോത്രം. ഞാൻ പറഞ്ഞൊരു യോഗത്തിൽ വരുന്ന കാര്യമല്ല, പക്ഷേ സത്യത്തിൻ്റെ വചനമുള്ള യോഗത്തിൽ വരണമെന്ന് ഞാൻ പറയും. ജീവൻ്റെ വചനം പ്രസ്താവിക്കുന്ന കൂട്ടായ്മകളിൽ നിങ്ങൾ വരണം. നിങ്ങൾ മുടങ്ങരുത്, നിങ്ങൾ മുടക്കരുത്, നിങ്ങൾ വരുന്നവരെ തടയരുത്. എല്ലാം അപകടമാണ്, നഷ്ടമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് വരണം. നിങ്ങൾ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ ആദരിക്കുന്നവരെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ നിങ്ങൾ ജീവൻ്റെ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. രക്ഷപ്പെടട്ടെ അനേകർ ജീവൻ പ്രാപിക്കട്ടെ, അനേകർ സമാധാനം പ്രാപിക്കട്ടെ, കുടുംബങ്ങളൊന്ന് രക്ഷപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് കുടുംബങ്ങളെല്ലാം നരകമല്ലേ? എവിടെയുണ്ട് സ്വസ്ഥത? എവിടെയുണ്ട് സമാധാനം? യൗവനക്കാർ തകർന്ന് കിടക്കുകയല്ലേ? നല്ലൊന്നാന്തരം കോമളന്മാരായ യുവാക്കന്മാർ കഞ്ചാവിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ഒലയുകയല്ലേ, നശിക്കുകയല്ലേ? നല്ലൊന്നാന്തരം സുന്ദരികളായ പെൺകുട്ടികൾ അവർ ശരീരവും ആയുസ്സും പാപത്തിനും വളരുതായ്മയ്ക്കും പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ അശുദ്ധിക്കും വിട്ടുകൊടുത്ത് ജീവിതം മുടിക്കുകയല്ലേ? മാറാരോഗങ്ങൾക്ക് അധീനരായി തീരുകയല്ലേ? എന്തിന് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തണം? എന്തിന് വ്യാധികളെ ക്ഷണിച്ചു വരുത്തണം? എന്തിന് പൈശാചികൻ്റെ ശാപങ്ങൾ ഏറ്റുവാങ്ങണം? സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ സ്വീകരിപ്പീൻ. നിങ്ങൾ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരുവീൻ. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. സത്യമായ കൂട്ടായ്മയിൽ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ വന്നാൽ സന്തോഷം പൂർണ്ണമാകും. സ്നേഹിതരെ, ചോദിക്കട്ടെ, നിങ്ങൾക്ക് വാസ്തവത്തിൽ സന്തോഷമുണ്ടോ? വാസ്തവമായി സാക്ഷാത്തായി നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു തികഞ്ഞ സംതൃപ്തിയുണ്ടോ? എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പല പരാതികൾ. എനിക്ക് ഇന്നതില്ല, എനിക്ക് ശമ്പളമില്ല, ശമ്പളം പോരാ, എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ല, എനിക്ക് വരുമാനമില്ല, ആർക്കും എന്നെ സ്നേഹമില്ല, എൻ്റെ ഭാര്യയ്ക്കും എന്നെ മതിപ്പില്ല, എൻ്റെ ഭർത്താവിന് എന്നോട് ഒരു കരുണയുമില്ല, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, ഞാനങ്ങ് പ്രായമായി പോയില്ലേ, അവർക്കിപ്പോൾ എന്നെ വേണ്ട, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവരും എന്നെ തഴയുകയാണ്, എനിക്ക് ആരാ ഉള്ളത്? നിങ്ങൾ പലരും അസംതൃപ്തരല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. എനിക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ സ്നേഹം കിട്ടുമെന്ന്. ഞാൻ അങ്ങോട്ട് ഉപകാരമേ ചെയ്തുള്ളൂ, പക്ഷേ ഇങ്ങോട്ട് കിട്ടിയില്ല. ഇല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. കംപ്ലയിൻസ്,
എന്തുകൊണ്ടാണ് ക്ലെയിംസ് ഉണ്ട്. മനസ്സിലായോ? കംപ്ലയിൻസ് വരുന്നത് ക്ലെയിംസ് ഉള്ളതുകൊണ്ടാണ്. ചില അവകാശങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട്, എനിക്കതിന് യോഗ്യതയുണ്ടായെന്ന് തോന്നലുകളുണ്ട്, അതുകൊണ്ടാണ് പരാതികൾ വരുന്നത്. എന്നാൽ അവിടെ നിങ്ങൾ വിനയപ്പെടൂ, കർത്താവേ എനിക്ക് ഒന്നിനും യോഗ്യതയില്ല, എനിക്ക് ഒന്നിനും അർഹതയില്ല. നിങ്ങളങ്ങനെ വിനയപ്പെടുമ്പോൾ അപ്പോൾ പിന്നെ ക്ലെയിംസ് ഇല്ല, അവിടെ പിന്നെ കംപ്ലയിൻസും ഇല്ല. ദൈവത്തിന് സ്തോത്രം. പരാതികളില്ല, പരിഭവങ്ങളില്ല. മനുഷ്യരോട് പരിഭവമില്ല, ദൈവത്തോട് പരിഭവമില്ല. കർത്താവേ എങ്കിലും എനിക്ക് ഈ പ്രായത്തിൽ എന്താ ഇങ്ങനെ ആവത്ത് വന്നത്? ഇത്രയും പ്രായമായിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഒന്ന് ആലോചിക്കാൻ പറ്റാത്തത് എന്താണ്? കുഞ്ഞിന് കൊടുക്കാനൊന്നുമില്ലല്ലോ കർത്താവേ. എനിക്കെന്താണ് എന്നും ഇങ്ങനെ പണത്തിന് ഞെരുക്കം? 100 രൂപ കിട്ടിയാൽ പിറ്റേ ദിവസം 150 രൂപ ചിലവാകുന്നല്ലോ. എൻ്റെ കൈ ചോർന്നു പോകുന്നല്ലോ കർത്താവേ. കടം വന്ന് കൂടുന്നല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, എനിക്കിതിൻ്റെ പരിഹാരമില്ലേ? നാം ഇങ്ങനെ ഓരോന്ന് ദൈവസന്നിധിയിൽ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അപേക്ഷിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവൻ നിവർത്തി തരുമെന്നല്ലേ പറഞ്ഞത്? ശരിയാണ്, എല്ലാം അപേക്ഷിക്കാം. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവേ, നിങ്ങൾ ഈ ലോകത്തിലെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ മാത്രം സംതൃപ്തരാകാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും സംതൃപ്തി കിട്ടുകയില്ല. പണമില്ലാത്തതിന് പണം കിട്ടിയാൽ സംതൃപ്തി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? രോഗം മാറിയാൽ പരിഭവം മാറുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ വേറെ ഒന്നായിരിക്കും. നിങ്ങളുടെ ഹൃദയം മാറട്ടെ, ക്രിസ്തുവോടെ വരട്ടെ. ക്രിസ്തുവോടെ വരുമ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ള ആരോഗ്യം കൊണ്ട്, ഉള്ള ഡ്രസ്സ് കൊണ്ട്, സ്തോത്രം, ഉള്ള ആഹാര രീതികളുണ്ട്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഉള്ള കടപ്പാടം കൊണ്ട്, ഉള്ള കുടുംബജീവിതം കൊണ്ട്. ഞാൻ നിങ്ങളോടൊരു വലിയ കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടിയ ഭാര്യ നിങ്ങളുടെ ഏറ്റവും നല്ല ഭാര്യയാണ്. നിങ്ങൾ ഓർക്കണം. നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്, മനസ്സിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്, മനസ്സിൽ പരിഭവിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവ് ഏറ്റവും നല്ല ഭർത്താവാണെന്ന് വിചാരിക്കണം. എൻ്റെ സാറെന്താ ഈ പറയുന്നത്? എൻ്റെ ഭർത്താവ് നല്ലതാണെന്ന് പറയാം. കുടിച്ച് ലക്ക് കിട്ടുമെന്ന് എന്നെ പിടിച്ച് ഉപദ്രവിക്കുകയും കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ നല്ലതാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? മോളെ, നിൻ്റെ സ്വഭാവം മാറുമ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങും. മോനെ, നിൻ്റെ സ്വഭാവം മാറുമ്പോൾ നിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വഭാവം മാറാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നീ കണ്ടില്ലെങ്കിലും നീ അക്കരെ ചെല്ലുമ്പോൾ കാണും. നിൻ്റെ മക്കൾ അവർ യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നത്, അവർ യേശുവിൻ്റെ സാക്ഷികളായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം ആർക്കും കടക്കാരനായിരിക്കില്ല. നീ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ആ ജീവനുള്ള ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തലമുറയെയും പോറ്റുവാൻ അവൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. വോയിസ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ശബ്ദം. യേശുവുമായി സംഭാഷിക്കുന്നു. ചോദിക്കട്ടെ, നിങ്ങൾ യേശുവുമായി സംഭാഷിക്കാറുണ്ടോ? യേശുവിനോട് ചേർന്നിരുന്ന് നിങ്ങൾ വർത്തമാനം പറയാറുണ്ടോ? നിങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കാറുണ്ടോ? ഏകാന്തത്തിലിരുന്ന് ആരും കൂടാതെ ആരും കാണാതെ ഇരുന്ന് നിങ്ങൾ ദൈവത്തോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടോ? എന്തൊക്കെയാണ് ഈ പറയുന്നതല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? സ്നേഹിതരെ, യേശുവുമായുള്ള സംഭാഷണം. ടു ബി അലോൺ വിത്ത് ജീസസ്. യേശുവിനോട് ചേർന്നിരിക്കുക, യേശുവിനോട് ഒട്ടിയിരിക്കുക, യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്തൊരു സമാധാനമാണെന്നോ! എണീക്കാൻ തോന്നില്ല, അവിടെ അങ്ങ് ഇരിക്കാൻ തോന്നിപ്പോകും. സ്തോത്രം. കർത്താവേ, ജോലി തിരക്കുണ്ടല്ലോ, എണീറ്റോട്ടെ. കർത്താവേ, ബന്ധപ്പാടുണ്ടല്ലോ, ഞാൻ ഒന്ന് എണീറ്റോട്ടെ, ഞാൻ പിന്നെ എത്രയും വേഗം മടങ്ങി വരാം. സ്തോത്രം. എൻ്റെ ദൈവമേ, എത്രയും വേഗം ഞാൻ നിൻ്റെ നിർപ്പാദത്തിലേക്ക് വരാം. പ്രാർത്ഥിച്ച് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം. സ്തോത്രം. അത് പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ മാത്രമല്ല, പരീക്ഷ ഹോളിലിരിക്കുമ്പോൾ, ബിസിനസ്സിന് കടയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ സ്കൂട്ടർ ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ല, നിങ്ങൾ പാടത്ത് പണിയെടുക്കുമ്പോൾ, എവിടെയും അടുക്കളയിൽ ധൃതി പിടിച്ച് ജോലി ചെയ്യുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. സാന്നിധ്യം, സ്തോത്രം, മഹാവലിയ ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അന്യരായി കർത്താവ് കാണുന്നില്ല, നിങ്ങളെ സ്വന്തം ജനമായി കാണുന്നു. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ ആനയിക്കുന്നു, കർത്താവ് സ്നേഹത്തിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് അടുപ്പിക്കുന്നു, ത്യാഗത്തിൻ്റെ ബലിവേദിയിലേക്ക് അടുപ്പിക്കുന്നു. ത്യാഗോജ്വലമായ സ്നേഹത്തിൻ്റെ അത്ഭുത ജ്വാലയിലേക്ക് നിങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങളുടെ മേലെ ജ്വാല പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ ജ്വാല തൊട്ടാൽ മതി, രോഗങ്ങൾ കത്തിപ്പോകും. സ്തോത്രം. ആ തീജ്വാലയും തൊട്ടാൽ മതി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിജ്വാല, അത് തൊട്ടാൽ മതി, നിങ്ങളുടെ ശാപങ്ങൾ മാറിപ്പോകും, കത്തിപ്പോകും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കേടുകൾ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതം ഭാസുരമാകും, പ്രകാശിതമാകും, പ്രശോഭിതമാകും, ശോഭായമാനമാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം നിങ്ങൾ തളിരിടാൻ തുടങ്ങും, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. അതാണ് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയറ്റുവാൻ
ഞങ്ങൾ യോഗ്യരാക്കണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ പൊരുൾ. ആ യോഗ്യത നേടണം, ഇവിടെ വെച്ച് നേടണം. ആ യോഗ്യത ഇവിടെ വെച്ച് നേടാൻ വിശുദ്ധരാകണം. ആ യോഗ്യത ഇവിടെ വെച്ച് നേടാൻ പാപത്തിൻ്റെ ബന്ധനം അഴിയണം. എങ്കിലേ കൂട്ടായ്മ കിട്ടും. പിതാവിനോടും അവൻ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂട്ടായ്മ കിട്ടണമെങ്കിൽ നമ്മുടെ ബന്ധനങ്ങൾ അഴിയണം, പാപത്തിൻ്റെ ചങ്ങലകൾ അഴിയണം. കർത്താവേ, നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. 142 സങ്കീർത്തനത്തിലെ വാക്യമാണ് പ്രാർത്ഥന ചേർത്തത്. കർത്താവേ, നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. കാരാഗ്രഹത്തിൽ പൂട്ടപ്പെട്ട് കിടക്കുന്ന ആത്മാവ് ചങ്ങലക്കെട്ടുകൾ അഴിഞ്ഞ് ബന്ധനങ്ങൾ മുഴുവനായി അഴിഞ്ഞു മാറി യേശുക്രിസ്തുവിനെ ആത്മാവിൽ ആരാധിക്കുന്ന, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന മഹത്വകരമായ അനുഭവത്തിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കെട്ടുകളും അഴിഞ്ഞിട്ട്, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞിട്ട് ഉത്സവം ആഘോഷം തുടങ്ങും. ഉത്സവാഘോഷം. ഹൃദയത്തിൽ നിർമ്മല സ്നേഹം ഉയർന്നു വരാൻ തുടങ്ങും. നിഷ്കളങ്ക സ്നേഹം. എൻ്റെ സഹോദരങ്ങളെ, ആ മഹാവലിയ ഭാഗ്യം, പദവി നിങ്ങൾക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിച്ചങ്ങ് തീർന്നു പോയ ക്രിസ്തുവല്ല, ക്രൂശിൽ മരിച്ച് അവസാനിച്ചു പോയ ക്രിസ്തുവല്ല. ഇന്നും ജീവിക്കുന്ന ക്രിസ്തു, നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്ന ക്രിസ്തു, നിങ്ങളെ തൊടുവാൻ കരം നീട്ടുന്ന ക്രിസ്തു. നിങ്ങൾ പറയണം, കർത്താവേ, ഞാനും തൊട്ടുകൊള്ളട്ടെ. യോഗ്യതയില്ല, എൻ്റെ കരത്തിൽ വിശുദ്ധിയില്ല, എങ്കിൽ ഞാനും തൊട്ടുകൊള്ളട്ടെ. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം, കൈ തൊട്ടത്. കർത്താവേ, ഞങ്ങൾ നിന്നെ തൊട്ടുകൊള്ളട്ടെ. ആ തിരുവസ്ത്രത്തിൽ തൊങ്ങില്ലെങ്കിലും തൊട്ടുകൊള്ളട്ടെ. കർത്താവേ, നിൻ്റെ നിഴലിൽ ഞങ്ങളും തൊട്ടുകൊള്ളട്ടെ. നിൻ്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരുന്നു കൊള്ളട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ തിരുമാറിൽ ഞങ്ങൾ അണഞ്ഞുകൊള്ളട്ടെ. നിൻ്റെ മാറിൽ ഞങ്ങൾ അണഞ്ഞ് ആശ്വാസം പ്രാപിക്കട്ടെ. ഞങ്ങൾക്ക് സമാധാനം കൈവരുവാൻ, സന്തോഷം കൈവരുവാൻ നീ ഇന്നും ജീവിക്കുന്നതിന് വിശ്വസിക്കുന്നു. കർത്താവേ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു അപ്പോസ്തലൻ പറഞ്ഞല്ലോ. സന്തോഷം പൂർണ്ണമാക്കി തരണമേ, സന്തോഷത്താൽ നിറയ്ക്കണമേ, ആത്മസന്തോഷം തരണമേ, സംതൃപ്തികൾ നിറയ്ക്കണമേ, അസംതൃപ്തികൾ മാറ്റണമേ, അവകാശവാദങ്ങൾ മാറ്റണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും എൻ്റെ ജീവിതത്തിലെ പരിഭവങ്ങൾ മാറ്റണമേ, എൻ്റെ ജീവിതത്തിലെ പരാതികൾ മാറ്റണമേ. എൻ്റെ മേൽ നിൻ്റെ ആത്മാവ് ഇറങ്ങണമേ. സ്നേഹത്തിൻ്റെ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ്, പൊറുക്കുന്ന ആത്മാവ്, സഹിക്കുന്ന ആത്മാവ്, ക്ഷമിക്കുന്ന ആത്മാവ് എൻ്റെ മേൽ ഇറങ്ങണമേ. നിരപ്പാക്കുന്ന ആത്മാവ് എൻ്റെ മേൽ ഇറങ്ങണമേ. എൻ്റെ മേൽ നിൻ്റെ സൗഖ്യത്തിൻ്റെ ആത്മാവ് ഇറങ്ങണമേ. എൻ്റെ മേൽ നിൻ്റെ ശക്തി ഇറങ്ങണമേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ നാഥൻ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവേ, നിന്റെ തേജസ് കാണാൻ ഞങ്ങളെ വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മഹിമ കണ്ട സാക്ഷികളാകാൻ ഞങ്ങളെ അവിടെ നിന്ന് വിളിക്കുന്നതിനായി, ക്ഷണിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്തതുമായ മഹാഭാഗ്യത്തിലേക്ക് ഞങ്ങളെ അനയിക്കുവാൻ അവിടുന്ന് അധ്വാനിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും എൻ്റെ നാഥൻ്റെ തൃക്കരം വെക്കണമേ, ആശ്വസിപ്പിക്കണമേ. എല്ലാ തിന്മകളും മാറ്റുകയും ബന്ധനങ്ങൾ അഴിക്കുകയും കെട്ടുകൾ പൊട്ടിക്കുകയും ചെയ്യണമേ. സ്തുതിപ്പാൻ നാവുകൾക്കും, സ്തുതിപ്പാൻ ആത്മാവിനും, സ്തുതിപ്പാൻ ഹൃദയത്തിനും പുതുക്കം നൽകണമേ. അനുഗ്രഹിക്കണമേ, രൂപാന്തരം നൽകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ.